എല്ലാവർക്കും മല്ലു ഫാക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബബിൾഗം കഴിക്കാത്തവരായി ആരുമുണ്ടാകില്ല അല്ലേ? പല നിറങ്ങളിലും രുചിയിലുമുള്ള ബബിൾഗം നമ്മൾ കഴിച്ചിട്ടുമുണ്ടാകും. 1928 വാൾട്ടർ ഡേമർ എന്ന അമേരിക്കക്കാരനാണ് ആദ്യമായി ബബിൾഗം ഉണ്ടാക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ആളുകളുടെ പ്രിയപ്പെട്ട മിഠായിയായി ഇത് മാറുകയായിരുന്നു. മൃഗങ്ങളുടെ തോലും നെയ്യുമൊക്കെ വെച്ചാണ് ബബിൾഗം ഉണ്ടാക്കുന്നത് എന്ന് കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് കേട്ടിരിക്കും അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ ബബിൾഗം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. മല്ലു ഫാക്സിന്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഫാക്ടറിയിൽ എങ്ങനെയാണ് ബബിൾഗം ഉണ്ടാക്കുന്നത് എന്നത് കണ്ടു നോക്കിയാലോ? അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ബബിൾഗം നിർമ്മാണത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഗം ബേസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഒരു ബബിൾഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്നത് ഈ ഗം ബേസ് ആണ്. പണ്ടുകാലത്ത് മരത്തിൽ നിന്ന് കിട്ടുന്ന റെസിൻ ഉപയോഗിച്ചായിരുന്നു ബബിൾഗത്തിനുള്ള ഗം ബേസ് ഉണ്ടാക്കിയത്. ഇവയുടെ ഒപ്പം ഓർഗാനിക് ഓയിലും ഷുഗറും ചേർത്ത് തികച്ചും നാച്ചുറലായാണ് ബബിൾഗം ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുകയും കഴിക്കുകയും ചെയ്യുന്ന ബബിൾഗം നിർമ്മിക്കുന്നത് സിന്തറ്റിക് റബ്ബറും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ചാണ്. ഇങ്ങനെ ആർട്ടിഫിഷ്യലായി നിർമ്മിക്കുന്ന ഗം ബേസിനൊപ്പം ഫ്ലേവറുകളും നിറങ്ങളും ആഡ് ചെയ്ത് ഒരു ബ്ലെൻഡറിലിട്ട് നന്നായി മിക്സ് ചെയ്യുന്നു. അതിനുശേഷം ഇതിലേക്ക് ഗ്ലൂക്കോസ് സിറപ്പും ഷുഗറും ആഡ് ചെയ്ത് ചൂടാക്കി വീണ്ടും നന്നായി മിക്സ് ചെയ്യുന്നു. ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഗ്ലൂക്കോസ് സിറപ്പാണ് ബബിൾഗത്തിനെ കൂടുതൽ സോഫ്റ്റും സ്മൂത്തുമാക്കാൻ സഹായിക്കുന്നത്. ഇങ്ങനെ മണിക്കൂറുകൾ നീണ്ട പ്രോസസ്സിനൊടുവിൽ ബബിൾഗം ഒരു മാവ് പോലെ തയ്യാറായി വരുന്നു. പിന്നീട് ഇതിനെ ഒരു എക്സ്ട്രൂഡർ മെഷീനിലേക്ക് കടത്തിവിടുന്നു. ഇവിടെ വെച്ച് ബബിൾഗത്തിനെ സ്ക്വീസ് ചെയ്ത് നീളമുള്ള സ്ട്രിപ്പുകളാക്കി മാറ്റുന്നു. എന്നാൽ ബബിൾഗത്തിന്റെ നിർമ്മാണം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇവിടുന്ന് ഈ സ്ട്രിപ്പുകൾ ഒരു കൂളിംഗ് ചേമ്പറിലേക്ക് കൊണ്ടുപോകുന്നു. കട്ട് ചെയ്ത് പാക്ക് ചെയ്യുമ്പോൾ ബബിൾഗം കവറിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഈ പ്രോസസ്സ് സഹായിക്കുന്നു. കൂളിംഗ് പ്രോസസ്സ് അവസാനിക്കുമ്പോൾ ഈ സ്ട്രിപ്പുകളെ ഒരു കൺവെയർ ബെൽറ്റിലൂടെ കടത്തിവിടുകയാണ്. പിന്നീട് ഈ സ്ട്രിപ്പുകളെ ചെറുതായി കട്ട് ചെയ്ത് പാക്ക് ചെയ്യുമ്പോഴേക്കും ബബിൾഗത്തിന്റെ ഫാക്ടറി പ്രോസസ്സ് പൂർണ്ണമാവുകയാണ്. കണ്ണിമ ചിമ്മുന്ന വേഗത്തിലാണ് ഇവ പാക്ക് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റെന്തെങ്കിലും ഫാക്ടറി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി പിന്നീട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.